Good morning. Introductory Economics അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ മണി ആൻഡ് ബാങ്കിങ്. അതിൽ ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. ഈ 2 ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഏരിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷനും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ഭാഗം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഭാഗമാണ്. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്. എന്താണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ലഭ്യത, മണിയുടെ ലഭ്യത കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിലെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. നമുക്ക് സാധാരണയായിട്ട് അറിയാം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമ്മളെ പോലെയുള്ള ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യാണ്, പണത്തിൻ്റെ ലഭ്യത കൂടുകയാണ്. പീപ്പിൾസിൻ്റെ കയ്യിൽ കൂടുതൽ ധാരാളം പണം ഉണ്ടാവുകയാണ്. അങ്ങനെ പണം ഉണ്ടാകുന്ന സമയത്ത് ആളുകളൊക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കൂടും. നമ്മളൊക്കെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ എക്കണോമിക്സിലൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ജനറൽ പ്രൈസ് ലെവൽ, ഇക്കോണമിയിലെ ജനറൽ പ്രൈസ് ലെവൽ കൂടാനുള്ള കാരണമാകും. അപ്പോൾ ഒരു ഇക്കോണമിയിൽ അവിടെയുള്ള മണിയുടെ സർക്കുലേഷൻ, പണത്തിൻ്റെ സർക്കുലേഷൻ കൂടുകയാണെങ്കിൽ ആ സർക്കുലേഷൻ കൂടുന്ന സമയത്ത് അവിടെ പ്രൈസും കൂടാനുള്ള സാധ്യതയുണ്ട്. അവ തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. പണത്തിൻ്റെ സർക്കുലേഷനും അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി കൂടുന്ന സമയത്ത് അവിടെ ജനറൽ പ്രൈസ് ലെവൽ ഒരു ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് ഈ സർക്കുലേഷൻ ഓഫ് മണി കുറയുന്ന സമയത്താണെങ്കിൽ അവിടെ പ്രൈസ് ലെവൽ കുറയുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഇവിടെ ഫിഷർ പറയുന്നു മറ്റു കാര്യങ്ങളിൽ മാറ്റമില്ലാതിരിക്കുക, അതർ തിങ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ സർക്കുലേഷൻ ഓഫ് മണി, പണത്തിൻ്റെ ലഭ്യത കൂടുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് നമ്മുടെ ഇക്കോണമിയിൽ കൂടുകയും ചെയ്യുന്ന സമയത്ത് അവിടെ വിലയിൽ, പ്രൈസിൽ, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നതാണ്. അതേപോലെ തന്നെ തിരിച്ചുമുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പ്രൈസ് ലെവൽ കുറയുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന സാധനം മാത്രമേ ഉള്ളൂ. ആളുകളുടെ കയ്യിലൊക്കെ പണം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുകയാണ്, സാധനങ്ങളുടെയൊക്കെ ഡിമാൻഡ് കൂടുകയാണ്. ആളുകൾ എല്ലാവരും വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസും കൂടും. ആ പ്രൈസ് കൂടുന്ന ജനറൽ പ്രൈസ് ലെവലിനെ, മൊത്തത്തിലുള്ള പ്രൈസ് ലെവലിനെ എന്ത് ചെയ്യും, അത് ബാധിക്കും. സോ ഇവിടെ സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, പ്രൈസ് ലെവൽ, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ സർക്കുലേഷൻ ഓഫ് മണി കുറയുന്ന സമയത്ത് അവിടെ ജനറൽ പ്രൈസ് ലെവൽ കുറയുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിഷേഴ്സിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി ഫിഷർ ഇതിനൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫിഷർ ഹാസ് എക്സ്പ്ലെയിൻഡ് ഹിസ് തിയറി ഇൻ ടേംസ് ഓഫ് ഹിസ് ഇക്വേഷൻ. താഴെ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: MV = PT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ്, അല്ലെങ്കിൽ മണി സർക്കുലേഷനെയാണ് M എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ എണ്ണമാണ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷനും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ്റെ എണ്ണം, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ അത് എത്ര തവണയാണ് ഉപയോഗിക്കുന്നത്, അതിന് നമുക്ക് വെലോസിറ്റി എന്ന് പറയാം. ദെൻ ഈ ക്വാണ്ടിറ്റി ഓഫ് മണിയും അതേപോലെ തന്നെ വെലോസിറ്റിയും അത് പ്രൈസ് ലെവലിനെയും അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതായത് സർക്കുലേഷൻ കൂടുകയും അതേപോലെ തന്നെ വെലോസിറ്റി, ട്രാൻസാക്ഷൻ്റെ വെലോസിറ്റി കൂടുകയും ചെയ്യും. ഇത് രണ്ടും കൂടി കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് എന്ത് ചെയ്യും, പ്രൈസ് ലെവലും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസും ഇൻക്രീസ് ചെയ്യും. അതേ സമയത്ത് ഈ മണി സർക്കുലേഷൻ കുറയുകയും അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ആവറേജ് പ്രൈസ് ലെവലും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷനും കുറയും. അപ്പോൾ ഒരു ഇക്കോണമിയിലെ പ്രൈസ് ലെവലിനെ സ്വാധീനിക്കുന്നത് ആ ഇക്കോണമിയിലുള്ള മണി സർക്കുലേഷനാണ്. മണി സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മണി സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ പ്രൈസ് ലെവൽ കുറയും. അവിടെ 2 സൈഡിലുമായിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് ട്രാൻസാക്ഷനും അതേപോലെ തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷനും കാണാം. ട്രാൻസാക്ഷൻ നമുക്ക് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മണി സർക്കുലേഷൻ കൂടുകയാണ്
ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആവറേജ് പ്രൈസ് ലെവൽ കൂടും. നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതാണ് ഈ ഫിഷേഴ്സിൻ്റെ തിയറി അദ്ദേഹം പ്രസ്താവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്ലേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ മലയാളത്തിൽ പണപ്പെരുപ്പം എന്നൊക്കെ പറയാറുണ്ട്. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും രണ്ട് ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പമാണ്, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണച്ചുരുക്കമാണ്. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ലഭ്യത കൂടുന്നതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുക. എല്ലാ ആളുകളുടെ കയ്യിലും കൂടുതലായിട്ട് പണമുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. പണം കൂടിക്കഴിഞ്ഞാൽ, എല്ലാ ആളുകളുടെ കയ്യിലും പണം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആളുകളുടെ പണത്തിന് വിലയില്ലാതെയാകും. ഓട്ടോമാറ്റിക്കലി പ്രൈസൊക്കെ കൂടാൻ തുടങ്ങും, സാധനങ്ങളുടെയൊക്കെ വില കൂടാൻ തുടങ്ങും. ഇതിനെയാണ് സിമ്പിളായിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം ഉണ്ടാവുകയാണ്, ആളുകളുടെ കയ്യിലൊക്കെ കൂടുതലായിട്ട് പണം ഉണ്ടാവുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് പണത്തിനൊരു വിലയില്ലാതെയാകും, സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുത്തിട്ട് ആളുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനത്തിൻ്റെയും പ്രൈസ് കൂടും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫിഷേഴ്സിൻ്റെ തിയറിയിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിഷേഴ്സിൻ്റെ തിയറിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കൺസെപ്റ്റാണ് ഈ യഥാർത്ഥത്തിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം എന്നത് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. സാധനങ്ങളുടെയൊക്കെ വില എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൂടുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ അതിൻ്റെ വില ഇന്നത്തെ കാലത്ത് അതേ വിലക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അവിടെ ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത് ഇതേപോലെ പണപ്പെരുപ്പം കൊണ്ടാണ്. കോസ്റ്റ്, ആ സാധനം ഉണ്ടാക്കാനുള്ള വില ഓട്ടോമാറ്റിക്കലി കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും കൂടിയിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ അന്ന് ചിലപ്പോൾ ഒരു 10 വർഷം മുമ്പേ 20 വർഷം മുമ്പേ ഒക്കെ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് അതിൻ്റെ ചിലപ്പോൾ നേരെ ഇരട്ടിയൊക്കെ ആയിട്ടുണ്ടാകും വില. അതിൻ്റെ ഇരട്ടിയൊക്കെ ഗോൾഡിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം, ഒരു 2010 സമയത്ത് ഗോൾഡിനൊക്കെ ഉണ്ടായിരുന്ന വില എത്രയാണെന്നുള്ളതും അതേ സമയത്ത് ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് നേരെ ഇരട്ടിയിലധികം എമൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇക്കോണമിയിൽ അവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചത് കൊണ്ടാണ്. അതായത് പണപ്പെരുപ്പം, ആളുകളുടെ കയ്യിലൊക്കെ കൂടുതലായിട്ട് പണം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ എന്ത് വില കൊടുത്തും സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്ത് വില കൊടുത്തും ആളുകൾ സാധനം വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെയൊക്കെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇവിടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. യഥാർത്ഥത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് പണത്തിൻ്റെ മൂല്യം കുറയുക, പണത്തിനൊരു വിലയില്ലാതെയാവുകയാണ്, മൂല്യം കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, വിപണിയിൽ സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ക്രോദർ പറയുന്ന ഇൻഫ്ലേഷൻ ഈസ് എ state in which the value of money is falling, that is the price are rising. മണിയുടെ വാല്യൂ കുറയുകയും അതേപോലെ തന്നെ പ്രൈസ് കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മളെന്ത് പറയുക, ഇൻഫ്ലേഷൻ. ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് മണി ഈസ് ഫാളിങ്, മണിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, കുറയാണ്, ഫാൾ ചെയ്യുകയാണ്. അതേ സമയത്ത് ദാറ്റ് ഈസ് ദ പ്രൈസ് ആർ റൈസിങ്, പ്രൈസ് എന്ത് ചെയ്യാണ്, കൂടുകയും ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനാണ്. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ നമുക്കൊരു 10-12 പഠിക്കാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷനാണ്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് വളരെ പതിയെ പ്രൈസ് കൂടി വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്താ പറയുക, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സാധാരണ ഉപമിക്കാറുള്ളത് ഒച്ച് ഇഴഞ്ഞു പോകുന്നത് പോലെ എന്ത് ചെയ്യാണ്, പ്രൈസ് ലെവൽ ഇങ്ങനെ കൂടി വരികയാണ്. ആ ഒരു ഇൻഫ്ലേഷൻ ലെവലിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ഇക്കോണമിയിൽ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഒരു വർഷത്തിൽ ആനുവലി എന്ത് ചെയ്യുകയാണ്, ഒരു 3% അതിൽ കുറവൊക്കെയാണ് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്, പണപ്പെരുപ്പം ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷന് നമുക്ക് എന്ത് പറയാം, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഇക്കോണമിയിൽ 3% അല്ലെങ്കിൽ അതിൽ കുറവൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പണപ്പെരുപ്പം ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. വളരെ പതിയെ എന്ത് ചെയ്യാണ്, പ്രൈസ് ലെവൽ, ജനറൽ പ്രൈസ് ലെവൽ, സാധനങ്ങളുടെ വില എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനേക്കാൾ കുറച്ചുകൂടി കൂടിയ വേഗതയിൽ എന്ത് ചെയ്യുകയാണ്, ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൂടിയ വേഗത എന്ന് പറയുമ്പോൾ 3 മുതൽ 10 വരെയുള്ള ശതമാനത്തിൽ, അതിൻ്റെ ഇടയിലാണ് ഈ ഇൻഫ്ലേഷൻ ലെവലിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ പണപ്പെരുപ്പം ഇൻക്രീസ് ചെയ്യുന്നത് 3 മുതൽ 10% വരെയാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ, മാർക്കറ്റിലുള്ള പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് 3% മുതൽ 10%-ഇടയിലാണെങ്കിൽ നമുക്കതിനെ ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതായത് ഏറ്റവും വളരെ പതിയെ പോകുന്നതിനെ നമ്മൾ ക്രീപ്പിംഗ് എന്നും അതിൽ കുറച്ചുകൂടി വേഗത കൂടിയതാണെങ്കിൽ അതിനെ നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്നും കൂടി പറയും. ഇനി ഇതിൽ ഒന്നുകൂടി വേഗത കൂടിയ ഇതിനെയാണ് നമ്മൾ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആ ടേം തന്നെ നോക്കുക, ക്രീപ്പിംഗ്, ദെൻ വാക്കിംഗ്, ദെൻ നെക്സ്റ്റ് റണ്ണിങ് ആണ് വരുന്നത്. റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിങ്ങിനേക്കാളും കുറച്ചുകൂടി വേഗത കൂടിയതാണ്. അവിടെ ജനറൽ പ്രൈസ് ലെവലിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ വേഗത്തിൽ, അതായത് വാക്കിംഗ് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാണ്, അവിടെ ഒരു വലിയ വേഗത്തിൽ ഉയർച്ച ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമുക്ക് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. വാക്കിംഗ് ഇൻഫ്ലേഷനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് പേഴ്സൻറ്റേജിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 10 മുതൽ 20% വരെയാണ് ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് 10 മുതൽ 20% വരെയാണെങ്കിൽ നമുക്കതിനെ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇനി ഇതിൽ കൂടുതലാണെങ്കിൽ, ഈ 20% മുതൽ 100% വരെ ആണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ജനറൽ പ്രൈസ് ലെവൽ 20 മുതൽ 100%-ലേക്ക് എത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച 4 ഈ സ്പീഡിൻ്റെ, വേഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സാവധാനമാണ്, 3% അതിൽ താഴെയാണ്. അതേസമയത്ത് വാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 മുതൽ 10% വരെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി 10% മുതൽ 20% വരെയാണെങ്കിൽ അതിനെ നമ്മൾ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അതേ സമയത്ത് ഈ 20% മുതൽ 100% വരെയാണെങ്കിൽ അത് ഹൈപ്പർ ഇൻഫ്ലേഷനാണ്. ഇതാണ് ആദ്യത്തെ വരുന്ന 4 തരത്തിലുള്ള ഇൻഫ്ലേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സെമി ഇൻഫ്ലേഷനാണ്. സെമി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ അപര്യാപ്തത മൂലം, അല്ലെങ്കിൽ അതിൻ്റെ അഭാവം മൂലം എന്ത് ചെയ്യാണ്, സാധനങ്ങൾ ഉണ്ടാക്കാൻ, ഉൽപ്പാദനത്തിൻ്റെ ചെലവ് വർദ്ധിക്കുകയാണ്. സാധനം ഉണ്ടാക്കാനുള്ള ചെലവ് വർദ്ധിക്കുന്ന സമയത്ത് കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസും കൂടും. അങ്ങനെ മാർക്കറ്റിൽ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ സെമി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രൈസ് ലെവൽ കൂടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സുകളുടെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം എന്ത് ചെയ്യുകയാണ്, അവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ ചെലവ് കൂടുകയാണ്, കോസ്റ്റ് കൂടുകയാണ്. അങ്ങനെ കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിലേക്ക് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് തീരുമാനിക്കുക. അപ്പോൾ സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസും കൂടും. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെമി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് ട്രൂ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ഇക്കോണമിയിലെ എല്ലാ റിസോഴ്സസും ഓൾറെഡി എംപ്ലോയിഡ് ആണ്, അതായത് എല്ലാ റിസോഴ്സും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഉൽപ്പാദനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ റിസോഴ്സുകളുടെയൊക്കെ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള എല്ലാ റിസോഴ്സുകളും ഓൾറെഡി എന്താണ്, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉൽപ്പാദനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലവ് വർദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്, ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൂ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇക്കോണമിയിലെ എല്ലാ വിഭവങ്ങളും മുഴുവനായിട്ട് ഉപയോഗിക്കുകയും അതിനുശേഷം ഉൽപ്പാദന ചെലവിൽ വർധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ മാർക്കറ്റിലെ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ട്രൂ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് ഓപ്പൺ ഇൻഫ്ലേഷനാണ്. ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങളുടെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അത് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനാണ്. ഇത് നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ഇതിൻ്റെ മാർക്കറ്റ്, ഇതിൻ്റെ വിലയിൽ, അതായത് ഉൽപ്പാദനത്തിൻ്റെ പ്രോഡക്റ്റുകളുടെ വിലയിൽ ഒരിക്കലും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അതോറിറ്റീസിനോ അതിൽ ഇടപെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനകത്ത് അവിടെ എന്ത് ചെയ്യും, വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്ഷൻ നടത്താം. ദെൻ അതിൻ്റെ പ്രോഡക്റ്റിൽ ഒരിക്കലും ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകളായിരിക്കും അവിടെ പ്രൈസ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് പ്രൈസ് ലെവലിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകാൻ കാരണമാകും.
അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ എന്തായാലും പിന്നെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് അതിനകത്ത് അതിൻ്റെ വില തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ അല്ലെങ്കിൽ വില തീരുമാനിക്കുന്നിടത്ത് അതോറിറ്റീസിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഇടപെടലില്ലാതെ എന്ത് ചെയ്യാണ് ആരാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഫേംസ് തന്നെ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ വില തീരുമാനിക്കുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും വില കൂടാനാണ് സാധ്യതയുള്ളത്. ആളുകൾ എന്ത് ചെയ്യും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവർക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വില അവർ തീരുമാനിക്കുകയും ചെയ്യും. സോ അത് ഒരു ജനറൽ പ്രൈസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. ഇങ്ങനെയുള്ള ഈ ഒരു ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സപ്രസ്ഡ് ഇൻഫ്ലേഷനാണ്. സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ ആണ് മാർക്കറ്റിൽ പ്രൈസ് സാധാരണ തീരുമാനിക്കാറുള്ളത്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ അവിടെ പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ മാർക്കറ്റ് മെക്കാനിസത്തെ ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് അനുവദിക്കാതിരിക്കുകയാണ്. ഇവിടെ പ്രൈസ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് കംപ്ലീറ്റ്ലി അത് ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, പ്രൈസ് പിടിച്ചു നിർത്തുകയാണ്, അല്ലെങ്കിൽ പ്രൈസ് തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിലൊരു അടിച്ചമർത്തലാണ് അവിടെ നടക്കുന്നത്. മാർക്കറ്റ് മെക്കാനിസത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ പിന്നെ ഉപയോഗിക്കാൻ അയക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് മെക്കാനിസത്തിനനുസരിച്ചുള്ള പ്രൈസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് എത്രയാണോ പ്രൈസ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഇൻഫ്ലേഷനാണ് സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ ചെറിയൊരു തോതിൽ മാത്രമേ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനൊക്കെ ആയിരിക്കും അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതായത് ഗവൺമെൻറ് അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ വളരെ ചെറിയൊരു മാർജിനിൽ മാത്രമേ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ അവിടെ ജനറൽ പ്രൈസ് ലെവൽ വളരെ പതിയെ മാത്രം കൂടുന്ന സമയത്ത് സപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസത്തെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുകയാണ്, അവർ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അത് ഒരിക്കലും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതായത് ഡിമാൻഡും സപ്ലൈയും തീരുമാനിക്കുന്ന പ്രൈസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. സോ ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാഗ്ഫ്ലേഷനാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടേം എക്കണോമിക്സിനകത്ത് ഉപയോഗിച്ച് വരുന്നത് 1970 മുതലാണ്. എക്കണോമിക്സ് ലിറ്റററിക്കകത്ത് ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത് 1970 ശേഷമാണ്. യഥാർത്ഥത്തിൽ സാധനങ്ങളുടെ അമിതമായ ഡിമാൻഡ് അതിൻ്റെ വിലയിൽ വർധനവുണ്ടാക്കാൻ കാരണമാകും. ഇപ്പോൾ നമുക്കറിയാം ചില സാധനങ്ങൾക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, അമിതമായിട്ട് ഡിമാൻഡ് വരികയാണ്. അല്ലെങ്കിൽ ചില സാധനങ്ങളല്ല, എല്ലാ സാധനങ്ങളും ആയിക്കോട്ടെ, മാർക്കറ്റിലുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഡിമാൻഡ് കൂടുകയാണ്. അങ്ങനെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ്, സാധനങ്ങളുടെ വിലയിൽ വർധന. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, മാർക്കറ്റിൽ എണ്ണയുടെ ഡിമാൻഡ് മാർക്കറ്റിൽ ധാരാളമായിട്ട് കൂടുകയാണ്. ഇപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ പെട്രോൾ ആവാം, അതേപോലെ ഡീസലാവാം, മറ്റു ഓയിൽസ് ആവാം. അപ്പോൾ അതിൻ്റെ വില മാർക്കറ്റിൽ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യും, അതിൻ്റെ വിലയും കൂടും. ഇത് ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ സാധനങ്ങളുടെ പ്രൈസ് ലെവലും കൂടാൻ കാരണമാകും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ഈ പെട്രോളിൻ്റെ വില അല്ലെങ്കിൽ ഡീസലിൻ്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് സാധനങ്ങളുടെ വിലയിലും മാറ്റം ഉണ്ടാകാറുണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളുടെ കാര്യത്തിലായാലും പെട്രോളിൻ്റെ വില എന്ത് ചെയ്യാറുണ്ട്, ബാക്കി കാര്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ കൂടുകയാണ്, അല്ലെങ്കിൽ ചില സാധനങ്ങളുടെ ഡിമാൻഡ് മാർക്കറ്റിനകത്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. ആ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസ് ലെവൽ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യും. അത് ബാക്കിയുള്ളവയെ കൂടി ബാധിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് മാർക്കപ്പ് ഇൻഫ്ലേഷനാണ്. മാർക്കപ്പ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ആധുനിക കാലഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റിനകത്ത് ഇടപെടാനും അവരുടെ വേജ് തീരുമാനിക്കാനും ഒക്കെയുള്ള അവർക്ക് ഒരു കുത്തക ശക്തി അവർക്ക് അതിനകത്തുണ്ട്. സോ ഈ തൊഴിലാളികളുടെ അവരുടെ വേജും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും തീരുമാനിക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും അതുപോലെ അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഫിറ്റിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ വേജ് തീരുമാനിക്കുക. അപ്പോൾ അവരുടെ വേജ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു റിജിഡിറ്റി അതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ വേജ് തീരുമാനിക്കുന്ന സമയത്ത് കുത്തകളായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫേംസുകൾ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എത്രയാണോ അവർക്ക് വില തീരുമാനിക്കാൻ പറ്റും. കുത്തക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൊണോപ്പൊളി പവർ കിട്ടുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
സോ എന്ത് ചെയ്യാണ് ഇവർ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്യും മാർക്കറ്റിൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റു സാധനങ്ങളുടെയൊക്കെ പ്രൈസിനെ ബാധിക്കും. ആ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാകും. ഇവിടെ യഥാർത്ഥത്തിൽ തൊഴിലാളികളാണ് അവരുടെ വേജ് എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനൊക്കെ അനുസരിച്ചായിരിക്കും അവരുടെ വേജ് റേറ്റ് തീരുമാനിക്കുന്നത്. സോ ഇങ്ങനെ വേജ് റേറ്റ് തീരുമാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫേമുകൾ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ഫേമുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലെവലൊക്കെ അവർക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ എന്ത് ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാർക്കപ്പ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ടോറിയൽ ഇൻഫ്ലേഷൻ ആണ്. സെക്ടോറിയൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെക്ടേഴ്സിൽ മാത്രം എന്ത് ചെയ്യാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ്. അതായത് ചില സെക്ടേഴ്സിൽ ഇപ്പോൾ ചില വിഭാഗങ്ങളിൽ മാത്രം ചില വിഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകളുടെ സെക്ടേഴ്സ് അല്ലെങ്കിൽ ചില തരത്തിലുള്ള ചില ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകൾ അവരുടെ പ്രൈസ് മാത്രം ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അങ്ങനെയുള്ള ഇൻഫ്ലേഷനാണ് നമ്മൾ സെക്ടോറിയൽ ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് അതൊരു സെക്ടറാണ്. ആ സെക്ടറിൻ്റെ പ്രൈസ് ലെവലിൽ മാത്രം എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് വരികയാണ്. അങ്ങനെ ഒരു സെക്ടറിൻ്റെ പ്രൈസ് ലെവൽ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്ടോറിയൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് റിഫ്ലേഷനാണ്. റിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഡിപ്രഷൻ സംഭവിക്കുകയാണ്. ഡിപ്രഷൻ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഗവൺമെൻറ് അതിനകത്ത് ഇടപെടും. ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവിടെ മണി സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഗവൺമെൻറ് മണി സർക്കുലേഷൻ കൂട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും നിലവിലുണ്ടായിരുന്ന പ്രൈസ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 10-12 ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാണ് പണപ്പെരുപ്പം, അതായത് പണം എന്ത് ചെയ്യാണ് കൂടുതലായിട്ട് ലഭ്യമാവുകയാണ്. അതായത് എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പണത്തിൻ്റെ മൂല്യം കുറയുകയും പ്രൈസ് കൂടുകയും ചെയ്യുന്നതിനാണ് നമ്മൾ അവിടെ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ 10-12 ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാറ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.